LKL സ്റ്റാർ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സസൈസ് 4.1 എക്സാമ്പിൾ 2 ആണ് കേട്ടോ. അതല്ല ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, 4.1 എക്സാമ്പിൾ 2 റെപ്രസെൻറ്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ കഴിഞ്ഞതാണ്. ദെൻ ഇനി തേർഡ് ക്വസ്റ്റ്യനാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. റോഹൻസ് മദർ ഈസ് 26 years older than him. The product of their ages in years with 3 years from now will be 360. We would like to find Rohan's present age. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? 26 years older than him എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോഹൻ്റെ അമ്മയ്ക്ക്. പിന്നെ ഇവരുടെ തമ്മിൽ ഏജസ് തമ്മിലുള്ള പ്രോഡക്റ്റ് എങ്ങനെയാണ്? ഇൻ 3 years ആണ് കേട്ടോ. ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഇൻ ഇയേഴ്സ് 3 years ഫ്രം നൗ. ഇപ്പോൾ തുടങ്ങി ഇനി 3 വർഷം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പ്രോഡക്റ്റ്, അവരുടെ രണ്ടുപേരുടെയും കൂടെ ഏജ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 360 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മളിവരെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ ആൻസർ നോക്കാം കേട്ടോ. ഉണ്ടോ, നമുക്ക് ഇപ്പോഴത്തെ ഏജ്, നമുക്ക് റോഹൻ്റെ ഏജ് നമ്മൾക്ക് അറിയില്ല. സോ നമുക്ക് എന്തെടുക്കാം? ലൈറ്റ് റോഹൻസ് പ്രസൻറ്റ് ഏജ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? പ്രസൻറ്റ് ഏജ് ഓഫ് റോഹൻസ് മദർ എത്രയായിരിക്കും? എക്സ് പ്ലസ് 26 അല്ലേ? 26 ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നതെന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഉണ്ടോ, 26 years ഓൾഡർ ദാൻ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ വയസ്സിപ്പോൾ എക്സ് ആണെങ്കിൽ അമ്മയുടെ വയസ്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് 26 ആയിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത് വന്നിട്ട് എന്താ പറയുക നോക്കിയേ, 3 years ഫ്രം നൗ ഏജ് ഓഫ് റോഹൻ. അപ്പോൾ ഇപ്പോൾ മുതൽ 3 വർഷം കഴിയുമ്പോൾ റോഹൻ്റെ വയസ്സ് എത്രയായിരിക്കും എന്നാണ്? എക്സ് പ്ലസ് 3 years ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിക്ക് 10 വയസ്സാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? 13. അതായത് 10 + 3. അതേപോലെ ഇപ്പോഴത്തെ റോഹൻ്റെ വയസ്സ് എത്രയാണ്? എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. 3 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? എക്സ് പ്ലസ് 3 years. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയസ്സ് എങ്ങനെയായിരിക്കും? ഏജ് ഓഫ് റോഹൻസ് മദർ വന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജ് എത്രയാണ് നമ്മൾ എഴുതിയ? എക്സ് പ്ലസ് 26 ആയിരുന്നു. അതിൻ്റെ കൂടെ 3 വർഷം കഴിയുമ്പോഴത്തെ കൂട്ടണ്ടേ? അപ്പോൾ എത്ര കിട്ടി നമുക്ക്? കണ്ടോ, എക്സ് പ്ലസ് 26 + 3, ദാറ്റ് വിച്ച് മീൻസ് വാട്ട്? എക്സ് പ്ലസ് 29. കണ്ടോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 29. അപ്പോൾ ഇപ്പോൾ രോഹൻ്റെ 3 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് എക്സ് പ്ലസ് 3യും അമ്മയുടെ 3 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 29 yearsഉം. ക്ലിയർ? ഇവരുടെ രണ്ടുപേരുടെയും കൂടി പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് 360 നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് ദിയർ ഏജസ് 3 years ഫ്രം നൗ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇത് രോഹൻ്റെ വയസ്സ് എക്സ് പ്ലസ് 3 3 വർഷം കഴിയുമ്പോൾ, ഇത് അമ്മയുടെ വയസ്സ് എക്സ് പ്ലസ് 29. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റാണ് 360 എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സാധാ പോലെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എടുക്കാം അല്ലേ? നോക്കിയേ, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? Then x into 29x. Then 3 into x, 3x. 3 into 29 എത്ര കിട്ടും? 87, which is equal to 360. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ലൈക്ക് ടേംസുകളെ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. നോക്കിയാൽ എക്സ് സ്ക്വയർ ഇവിടെ വേറെ ആരുമില്ല അല്ലേ? സോ എക്സ് സ്ക്വയറിനെ താഴേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ ഒരു 29xഉം ഇവിടെ ഒരു 3xഉം. കണ്ടോ, ലൈക്ക് ടേംസ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണ്? പ്ലസ് സൈൻ ആണ്. സോ നോ നീഡ് ടു ബോദർ അബൌട്ട് സൈൻ ആൻഡ് ഓൾ. ജസ്റ്റ് ആഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ദ ആൻസർ. ക്ലിയർ? സോ 29 + 3 = 32x. ക്ലിയർ? ദെൻ റിമൈൻ ചെയ്യുന്നത് എന്താണ്? ബാക്കി 87. സോ പ്ലസ് 87 = 360. ക്ലിയർ? ദെൻ എക്സ് സ്ക്വയർ 32x + 87. ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. സോ മൈനസ് 360 = 0. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ, എക്സ് സ്ക്വയർ + 32x, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 273 = 0. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തു. ക്ലിയർ ആയില്ലേ? നന്നായിട്ട്. താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം.